സ്വാഗതം ലൈവ് അറ്റ് 6. ആദ്യം തലക്കെട്ട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനമുണ്ടായിട്ടില്ലെന്ന് അദാനി ഗ്രൂപ്പ്. തുറമുഖത്തിന്റെ നിയന്ത്രണം തങ്ങൾക്ക് തന്നെയാകുമെന്ന് വിശദീകരണം. സർക്കാർ കൃത്യമായ പ്രതികരണം നൽകുന്നില്ലെന്ന് പ്രതിപക്ഷം. സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്ത് നൽകി. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചു. പീഡനം സ്കൂളിലെ ശുചിമുറിയിൽ വച്ചും. കേസിൽ പെൺകുട്ടിയടക്കം 10 പ്രതികൾ. 6 പേർ കസ്റ്റഡിയിൽ. അന്വേഷണം ശക്തമാക്കി പോലീസ്. തമ്മിലടി ഒഴിയാതെ താരസംഘടന. ശ്വേതാ മേനോനെതിരെ ആഞ്ഞടിച്ച് ഒരു വിഭാഗം നടിമാർ. ശ്വേതയ്ക്ക് രാഷ്ട്രീയ അജണ്ട. പാർവതി. മുതിർന്ന താരങ്ങളുടെ പിന്തുണ തനിക്കെന്ന ശ്വേത. ടിനി ടോമിനെതിരായ പരാതിയിൽ മൊഴി നൽകി അൻസിബ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട്. പീരുമേട്ടിൽ എസ്റ്റേറ്റ് ലയത്തിന് മുകളിലേക്ക് മരം കടപുഴുകി. ഇടുക്കി ശാന്തമ്പാറയ്ക്ക് സമീപം ജീപ്പ് മറിഞ്ഞ അപകടം. കൊച്ചിയിൽ ബസ് സമയത്തെ ചൊല്ലി തർക്കം. മാരകായുധങ്ങളുമായി ആക്രമണം. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പരിക്ക്. നെയ്യാറ്റിങ്കര വെള്ളറടയിൽ തമിഴ്നാട് ബസിന് നേരെ ആക്രമണം. തിരുവനന്തപുരം കുഴിവിളയിൽ ജനത്തെ വലച്ച് റോഡ് നിർമ്മാണം. റിയൽ എസ്റ്റേറ്റിനാണ് എന്ന ആക്ഷേപം. ഇവർക്കും വഴി നടക്കണ്ടേ? ന്യൂസ് 18 അന്വേഷണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വൻ വിള്ളൽ. ലോകകപ്പ് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഫിലാഡൽഫിയയിൽ ഫ്രാൻസും പരാഗ്വേയും നേർക്കുനേർ. പോരാട്ടം പുലർച്ചെ 2:30. കരുത്തു കാട്ടാൻ മൊറോക്കോ കാനഡയ്ക്കെതിരെ. ഹൂസ്റ്റണിൽ മത്സരം 10:30. വിശദമായി. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപത്തിൽ കരാർ ലംഘനമുണ്ടായിട്ടില്ലെന്ന വിശദീകരണവുമായി അദാനി പോർട്സ്. വിദേശ കമ്പനിയുമായി ധാരണയിലെത്തിയ ശേഷം മാത്രമേ സർക്കാരിൻ്റെ അനുമതി തേടാൻ കഴിയൂ. തുറമുഖത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗവും അദാനി പ്രതിനിധികൾ തന്നെ തുടരും. കരാർ യാഥാർത്ഥ്യമായാൽ MSC പ്രതിനിധികളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉൾപ്പെടും. ഭൂരിപക്ഷ ഓഹരി പങ്കാളി എന്ന നിലയിൽ തുറമുഖത്തിന്റെ നിയന്ത്രണം അദാനി പോർട്സിന് തന്നെയാകുമെന്നും അദാനി പോർട്സ് സ്പെഷ്യൽ എക്കണോമിക് സോൺ CEO അശ്വിനി ഗുപ്ത വ്യക്തമാക്കുന്നു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ MSCയുടെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദാനി പോർട്സ് സ്പെഷ്യൽ എക്കണോമിക് സോൺ CEO അശ്വിനി ഗുപ്ത രംഗത്തെത്തിയിരിക്കുന്നത്. MSCയുമായി അദാനി പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ കരാർ വ്യവസ്ഥകൾ ഒരു തരത്തിലും തുറമുഖവുമായി നിർമ്മാണ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ കരാറിന്റെ ലംഘനമായി മാറില്ല. സ്വാഭാവികമായി മറ്റൊരു കമ്പനിയുമായി ഇങ്ങനെയൊരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ കഴിയൂ. അതിന് മുന്നോടിയായാണ് സെബിയുടെ അനുമതി തേടിയത്. അതിൽ ഒരു തരത്തിലുള്ള കരാർ വ്യവസ്ഥകളുടെ ലംഘനവും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഈ തുറമുഖത്തിന്റെ ഭൂരിപക്ഷം ഓഹരികളുടെയും നിയന്ത്രണം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം അദാനി പോർട്ടിന് തന്നെയാണ്. അതുകൊണ്ട് തുറമുഖത്തിന്റെ നിയന്ത്രണം അദാനി പോർട്ടിന്റെ കയ്യിൽ നിന്ന് MSCക്ക് പോകും എന്നത് അടിസ്ഥാനരഹിതമായ ആശങ്കയാണ്. അതോടൊപ്പം കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഭൂരിഭാഗവും അദാനി പോർട്ടിന്റെ പ്രതിനിധികൾ തന്നെയായിരിക്കും.
MSCയുടെ പ്രതിനിധികളും ആ പട്ടികയിലേക്ക് ഉൾപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രദേശവാസികൾക്ക് നൽകുന്ന നൈപുണ്യ വികസന പരിശീലന പരിപാടികളിലടക്കം MSC കൂടി പങ്കാളികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ആ പ്രദേശത്തിന്റെ ആകെ വികസനത്തിന് വഴി തുറക്കുന്ന തരത്തിലേക്ക് മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം അത് പ്രാദേശികമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയോ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയോ ഒന്നും ചെയ്യുകയില്ല. മാത്രമല്ല ഏതാണ്ട് ഈ 13,000 കോടി രൂപയുടെ നിക്ഷേപം MSC വിഴിഞ്ഞത്ത് നടത്തുന്നതിലൂടെ അത് ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായി വിഴിഞ്ഞം മാറാൻ ഇടവരുമെന്ന് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിശദീകരണമായി അദാനി പോർട്ട് രംഗത്തെത്തുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ആശങ്കകൾ പങ്കുവച്ച പ്രതിപക്ഷ കക്ഷികളടക്കം എന്ത് നിലപാടിനി സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയമായി മാറുക. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ കടുത്ത നീക്കത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്ത് നൽകി പ്രതിപക്ഷം. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്തുന്നില്ലെന്നും ഇടപാടിൽ ഗൂഢാലോചന നടന്നതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിക്കുന്നു. പൊതു താൽപര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും ഇന്നലെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായി കാണുന്നില്ല. ആവശ്യമായ ജാഗ്രതയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു കത്തയക്കാനിടയായത്. മുൻകൂർ അനുമതി തേടുക എന്നത് കേവലമായൊരു സാങ്കേതികതയല്ല. ഇത്തരമൊരു കൈമാറ്റത്തിൻ്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. ഇതൊക്കെ ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. വിഴിഞ്ഞം തുറമുഖ ചുമതലകളിൽ നിന്നും ദിവ്യ എസ് അയ്യരെ മാറ്റിയതിന് പിന്നിൽ അദാനി എന്ന ആരോപണവുമായി പ്രതിപക്ഷം. LDF സർക്കാരിന്റെ കാലത്ത് ദിവ്യ എസ് അയ്യരെ അദാനി ഗ്രൂപ്പ് സമീപിച്ചിരുന്നു. എന്നാൽ അവർ വഴങ്ങിയില്ല. സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്ത നടക്കുന്നുവെന്നും പിണറായി വിജയൻ ആരോപിച്ചു. കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണം കണ്ടിട്ട് BJP ആണ് ഭരിക്കുന്നതെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് പോലും സംശയമെന്ന് P രാജീവ്. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ ഒന്നും അറിയില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. കരാർ വ്യവസ്ഥയെ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് അദാനി കമ്പനിക്ക് വിഴിഞ്ഞത്തിന്റെ ഷെയർ കൈമാറിയതെന്നും P രാജീവ് ആരോപിച്ചു. വിഴിഞ്ഞം ഓഹരി വിഷയത്തിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയും. മുഖ്യമന്ത്രിയുടെ ഓരോ മറുപടിയിലും വ്യക്തതയുണ്ട്. താൻ അതിന് മറുപടി പറയേണ്ടതില്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദാനിയെ വിഴിഞ്ഞത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ല. അദാനിയെയും കോൺഗ്രസിനെയും യോജിപ്പിച്ച് സംസാരിക്കുന്നത് ശരിയല്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് നൽകില്ലെന്ന് പിണറായി വിജയൻ. ഉപനേതാവ് പദവി അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ കഴിഞ്ഞതാണെന്നാണ് വിശദീകരണം. LDF കൺവീനർ ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇനി മുന്നണി യോഗം ചേരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം മുന്നണിയിൽ ചർച്ച ചെയ്യുന്ന കീഴ്വഴക്കമില്ലെന്നും പിണറായി പറഞ്ഞു. LDFന്റെ കൺവീനർ നല്ല ചികിത്സയിലായിരുന്നു. അദ്ദേഹം വന്നിട്ടുണ്ട്. യോഗം ചെയ്തു. അത് കഴിഞ്ഞാൽ വെച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഇതൊന്നും മുന്നണി ഒരു കാലത്തും ചർച്ച ചെയ്തിട്ടില്ല. മുന്നണിയിലൊക്കെ നിയതമായ ചില നടപടിക്രമങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും മുന്നണി പോകില്ല. അത് കണ്ടാൽ മതി. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അവിടെ ചർച്ച ചെയ്തില്ല, മുന്നണി ചർച്ച ചെയ്തില്ല. KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ തന്റെ അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസിൽ ഒരാൾക്കൊരു പദവി മതി, എല്ലാം ഒരാൾക്ക് തന്നെ നൽകേണ്ടതില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ 13-കാരിയെ പീഡിപ്പിച്ച 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പ്രതികളിൽ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു. സ്കൂളിലെ കൗൺസിലിംഗിലായിരുന്നു കുട്ടിയുടെ നിർണായകമായ വെളിപ്പെടുത്തൽ. പത്തനംതിട്ടയിൽ 13 വയസ്സുകാരി പീഡിപ്പിച്ച സംഭവത്തിൽ 6 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. എന്തായാലും അതിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. 2 പേർ മാത്രമാണ് പ്രായപൂർത്തിയായ പ്രതികളുള്ളത്. എന്തായാലും ഇവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായ വിവരം പെൺകുട്ടിയുടെ സഹോദരിയോട് പറയുന്നത്. സഹോദരി പിന്നീട് ചൈൽഡ് ഹെൽപ്പ് ലൈനെ അറിയിക്കുകയും അങ്ങനെ പോലീസിൽ ഈ വിവരം ലഭിക്കുകയും പരാതി ലഭിക്കുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് 6 പേര് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 10ഓളം പ്രതികൾ ഈ കേസിൽ ഉണ്ടെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പോലീസ്
നടത്തുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. ഈ കസ്റ്റഡിയിലുള്ള പ്രതികളോട് കൃത്യമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ പെൺകുട്ടി പഠിച്ച സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചും ഒപ്പം ഈ പെൺകുട്ടിയുടെ സുഹൃത്തായ ഇപ്പോൾ പോലീസ് പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പെൺസുഹൃത്താണ്. ആ പെൺസുഹൃത്തിന്റെ വീട്ടിലും വെച്ച് പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരമാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 എഫ്ഐആറുകൾ ഇട്ടാണ് ഇപ്പോൾ ഈ കേസ് പോലീസ് അന്വേഷിക്കുന്നത്. ഒരു എഫ്ഐആറിൽ 5 പ്രതികളും മറ്റൊരു എഫ്ഐആറിൽ 5 പ്രതികൾ, അങ്ങനെ 10 പ്രതികൾ ഈ കേസിൽ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിൽ പെൺകുട്ടി ശുചിമുറിയിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ ഒരു എഫ്ഐആറും ഒപ്പം വീട്ടിൽ ഈ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പെൺസുഹൃത്താണ്, പെൺകുട്ടിയുടെ സഹപാഠിയാണ്, അവിടെ വെച്ചും പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു, അതൊരു എഫ്ഐആറും. അങ്ങനെ 2 എഫ്ഐആർ ഇട്ടാണ് പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ വിവരം പോലീസിൽ ഈ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിന്നും വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കുകയും പ്രതികളിലേക്ക് എത്തുമായിരുന്നു. വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ട്. പ്രതികളെല്ലാം പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരം. 13, 14 വയസ്സുള്ള ആൺകുട്ടികളാണ്. എന്തായാലും പ്രതികള് ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. 9ാം ക്ലാസ്സുകാരിയാണ് ഇത്തരത്തിൽ പീഡനത്തിന് ഇരയായിട്ടുള്ളത്. 13 വയസ്സ് മാത്രമാണ് പെൺകുട്ടിക്കുള്ളത്. പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും കൃത്യമായി പോലീസ് അന്വേഷണം നടത്തി കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 6 പേർ മാത്രമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ 2 പേർ പ്രായപൂർത്തിയായവരാണ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. 14 ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ്. വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ചൊവ്വാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിലൂടെ കുമരകത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 135 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിർമ്മാണത്തിനിടെ വൻ വിള്ളൽ. പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ട വിള്ളൽ പ്രദേശത്ത് ഗുരുതരമായ അപകട ഭീഷണി ഉയർത്തുകയാണ്. പള്ളിയിലെ വൈദികർ താമസിക്കുന്ന വീടും അപകട ഭീഷണിയിലാണ്. ദേവികുളം സബ് കളക്ടർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകട സാധ്യത സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് ഉടൻ സമർപ്പിക്കും. മഴക്കാല രോഗവ്യാപനത്തിൽ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയില്ലെന്നാണ് ആക്ഷേപം. പുതിയ സർക്കാർ അധികാരത്തിലേറിയപ്പോഴേക്കും പകർച്ചവ്യാധി വ്യാപിച്ചിരുന്നുവെന്ന് മുരളീധരൻ പറയുന്നു. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വൻകിട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്കുള്ള റോഡിനെന്ന പേരിൽ ഒരു പ്രദേശത്തേക്കുള്ള റോഡും മതിലുകളും തകർത്ത് നിർമ്മാണം. വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ബന്ദികളാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരം കുഴിവള നിവാസികളെ. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയങ്ങളിലേക്കുള്ള വഴിയൊരുക്കലാണ് ഇതെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഒരു ആശുപത്രിയോ വ്യവസായ സ്ഥാപനമോ ഒരു പ്രദേശത്ത് വന്നാൽ സ്വാഭാവികമായും ആ നാട്ടിൽ വികസനമാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നേട്ടം ആ നാടിന് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കഴക്കൂട്ടത്ത് ബൈപ്പാസ് സമീപമുള്ള കുഴിവിള എന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കാണാം ഈ റോഡ് അക്ഷരാർത്ഥത്തിൽ കുഴിച്ച് ഒരു തോടിന് സമാനമായി ഇട്ടിരിക്കുന്ന അവസ്ഥ. ഈ റോഡിൻ്റെ നേരത്തെയുള്ള ഹൈറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ഇത്രയധികം ഉയരത്തിലുണ്ടായിരുന്ന ഒരു റോഡാണ്. അതിനോട് ചേർന്ന വീടുകളും അവിടെ ഒരു പൈതൃക ഗാർഡൻസ് എന്ന വീട്ടിലേക്കുള്ള വഴിയുണ്ട്, വീടുകളുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ മറ്റു ചില സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ഹൈറ്റിലുള്ള റോഡാണ് ഒരു പെട്ടെന്നൊരു രാത്രി കൊണ്ട് കുഴിച്ച് ഈ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിലായിരിക്കും. നടുരാത്രിയിൽ ആളുകളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരും അറിയാതെ ഒരു രാത്രിയിൽ വന്നിട്ട് അടിച്ചു തീർത്ത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മണ്ണ് വരെ ഇവിടുന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ആസ്റ്റർ മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിൻ്റെ ഗതാഗത സൗകര്യത്തിന് വേണ്ടി ഈ റോഡ് ശരിയാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഭാഗത്ത് ഒരു 6ഓളം കുടുംബങ്ങളുള്ള 6ഓളം വീടുകളുണ്ട്. ഇതിനപ്പുറം ഭാഗത്ത് ഇവിടെ നേരത്തെ മതിലുണ്ടായിരുന്നു അല്ലേ? മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. ഈ ഗേറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഇളകി. ഇതൊരു 6 വീടുകളിലേക്കുള്ള വഴിയുള്ള ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്, ഒന്ന് താഴെ അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ്. പാതിരാത്രിയാണ് ഈ സംഭവം ഉണ്ട്. രാവിലെ ഇവർ വന്നത് തുടങ്ങിയ സമയത്തെ വന്നപ്പോൾ ചോദിച്ചു എന്താണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റോഡൊന്ന് ലെവൽ ചെയ്യുന്നതേ ഉള്ളൂ. ലെവൽ ചെയ്ത് ഇതേ കണക്കിന് ടാർ ചെയ്യാനുള്ള പരിപാടി. ഞാൻ നോക്കി പണ്ടത്തെ കണക്ക് ഇവിടെ കുഴിക്കാൻ പറ്റത്തില്ല. ഒരു 4 കൊല്ലത്തിന് മുമ്പ് ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വിഷയമാക്കി ഇതിൻ്റെ ഓണേഴ്സുകളെല്ലാം വന്ന് ഒത്തുതീർപ്പാക്കി ഇനി ഇവിടെ കുഴിക്കില്ല, ഈ ലെവലിൽ റോഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പോയതാണ്. നിങ്ങളുടെ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ള അപ്പോൾ എങ്ങനെയാ ഇനി നിങ്ങളുടെ ഇങ്ങോട്ട് വരാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഇതുവഴിയെ കയറി പോകുന്നത്? എങ്ങനെയാണ്
പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പുറത്ത് വേറെ വീടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ കുടുംബ വീടാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ വഴിയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുതിയ റോഡ് നിർമ്മിക്കാനെന്ന പേരിൽ ഇങ്ങനെ കുഴിച്ച് നാട്ടുകാരെ ഒരു അഗാധ ഗർത്തത്തിലും അതുപോലെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ഏണി വെച്ച് പോകേണ്ട അവസ്ഥയിലുമാക്കിയാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ കൊണ്ട് തീരുന്നില്ല, ഇനിയും പ്രശ്നങ്ങളുണ്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട്. ആ സ്ഥലങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാം. ഈ പ്രദേശത്ത് നിരവധി വീടുകളും അങ്കണവാടി പോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം ഇവിടെ ഉള്ളത് ഈ ഓടയുടെ ഉയരമാണ്. ഈ ഓടയുടെ ഉയരം ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അങ്കണവാടിയിൽ നിന്നൊക്കെ ഇനി ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഇതിനനുസരിച്ച് ഈ അങ്കണവാടിയുടെ ഗേറ്റും അതിൻ്റെ സ്ഥലവും ഒക്കെ ഉയർത്തേണ്ട സാഹചര്യമുണ്ട്. നിരവധി വീടുകളും സമാനമായ പ്രശ്നം നേരിടുന്നുണ്ട്. ഈ റോഡിൽ കൂടെ വരുന്ന വെള്ളം ഒട്ടും ഇങ്ങോട്ട് വരില്ല. ഇപ്പം തന്നെ ഇവിടെ കംപ്ലീറ്റ് പൊക്കി കഴിഞ്ഞു. ഇത് പൊക്കി കഴിഞ്ഞാൽ ആ വെള്ളത്തിന് പോകാൻ വഴിയില്ല. ഇവരെന്താണ് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ പണി തുടങ്ങി നിങ്ങൾ അറിയിക്കാതെ? ഞങ്ങൾ അറിയിച്ചിട്ടൊന്നുമില്ല. കാരണം ഇതെല്ലാം ശ്രീധന്യ കമ്പനി അവർക്ക് വേണ്ടിയാണ് സത്യം ചെയ്യണത്. അല്ല, ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നെങ്കിലും അതല്ല. കാരണം അയാൾക്ക് ഇവിടെ കുറച്ച് ബിൽഡിംഗ് തീർക്കണം, അതിലേക്കുള്ള പരിപാടിയാണ് നടക്കുന്നത്. ഫ്ലാറ്റുകളൊക്കെ വരാനായി ഫ്ലാറ്റ് തന്നെ കാരണം കംപ്ലീറ്റ് പൊക്കിയിട്ടുണ്ട് അവിടെ. അതിലേക്കാണ് അത്രയും ചെയ്യുന്നത്. വൻകിട ആശുപത്രികളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും നാടിന് വികസനം കൂടിയാണ്. പക്ഷേ അങ്ങനെ വികസനം വരുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾ, അവരുടെ വീടുകൾ, അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ വഴി ഇതൊക്കെ അടയ്ക്കാതെ അതിന് ബുദ്ധിമുട്ടുണ്ടാകാത്തുള്ള വികസനം വേണം വരേണ്ടത്. ഈ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. നാളെ എങ്ങനെ വഴി നടക്കുമെന്ന ആശങ്ക, എങ്ങനെ വീട്ടിൽ കഴിയുമെന്ന ആശങ്ക. ആ ആശങ്കയ്ക്ക് കൂടി പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കേണ്ടതാണ്. സന്തോഷ് കുമാറിനൊപ്പം വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ ഗുരുതരമായ പ്രതിസന്ധിയാണ്. ശ്വേതാ മേനോനെതിരെ ആഞ്ഞടിച്ച് ഒരു വിഭാഗം നടിമാർ രംഗത്ത് വന്നു. ശ്വേതയുടെ നേതൃത്വത്തിലുള്ള അമ്മ ഭരണസമിതിയുടെ രാജി സാമ്പത്തിക ക്രമക്കേട് മൂലമെന്നാണ് നടി അൻസിബ ഹസന്റെ ആരോപണം. തന്റെ പരാതിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ടും എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറായില്ലെന്നും അൻസിബ പറഞ്ഞു. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണ തനിക്കുണ്ടായിരുന്നുവെന്നായിരുന്നു രാജിവെക്കാതെ ഉറച്ചുനിന്ന് പോരാടണമെന്ന് ഇരുവരും പറഞ്ഞതായും ശ്വേതാ മേനോൻ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ അവകാശപ്പെടുന്നു. ശ്വേതാ മേനോന്റെ ഉറപ്പിൽ 15 കോടി രൂപ അദാനി ഗ്രൂപ്പിൽ നിന്ന് BJP നേതാവ് ലഭ്യമാക്കിയെന്ന് മാല പാർവതി അതേസമയം അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച ഓഡിയോ സന്ദേശവും അവർ പത്രസമ്മേളനത്തിനിടെ പുറത്തുവിട്ടു. അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന താരങ്ങൾ സംഘടനയിലുണ്ടെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. വലിയ താമസമില്ലാതെ അവരുടെ ഇടപെടൽ ഉണ്ടാകും. നിയമപരമായ പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം തന്നെ ഉണ്ടാകും. സർക്കാർ സിനിമാ മേഖലയെ ഗൗരവമായി കാണുന്നുണ്ടെന്നും ഷാനിമോൾ ഉസ്മാൻ. ഇടവേളയാണ് മടങ്ങിയത്. Bliss Fertility Hospital presents AD 2026. വലിയൊരു ദൗത്യത്തിനാണ് ഇവിടെ നമ്മൾ തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് 18 പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ പറയുന്നു, ഈ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് തന്നെ പോകും. Narcotics is the mind of the children are always known to be the tender minds. It's just like a white paper. Zero tolerance to drugs, zero tolerance to any kind of intoxicant. ഒരു ജനറേഷൻ നശിച്ചാൽ നാട് നശിച്ചു പോകും. ലഹരി മാഫിയയെ ഇല്ലാതാക്കുവാനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കൈകോർക്കുന്നു. നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകാം. നോ പറയേണ്ടടുത്ത് നോ പറയണം. ലഹരി കൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും നേടിയിട്ടുണ്ടോ? ആരൊക്കെയാണ് അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവർ? ആരൊക്കെയാണ് പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ? Bliss Fertility Hospital presents News 18 Kerala AD 2026. സമർപ്പിക്കുന്നത് ബ്ലിസ് ഫെർട്ടിലിറ്റി ഹോസ്പിറ്റൽ, കോട്ടയം, തിരൂർ, തിരുവനന്തപുരം. Co-powered by Reliance Industries Limited.
Jewelry partner, Rajakumari Gold and Diamonds. Special partner, St. Xavier's School of Nursing and Paramedical, Kurupandara, Kottayam. In association with Poppy. Xylem. You think champion made in the arena? We rise from the street, remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ ലോകമെങ്ങും ഫുട്ബോൾ ആവേശം. ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ പോരിൽ ഫ്രാൻസ് ഇന്ന് പരാഗ്വയെ നേരിടും. ഫിലാഡൽഫിയയിലെ ഉയർന്ന താപനിലയാണ് ഫ്രഞ്ച് ടീമിന്റെ പ്രധാന വില്ലൻ. പുലർച്ചെ 2:30 മത്സരം. കിരീടപ്പോര് മുറുകുമ്പോൾ സാധ്യതാ ലിസ്റ്റിലെ ഒന്നാമന്മാരാണ് ഫ്രാൻസ്. പ്രീ ക്വാർട്ടർ പോരിന് പാരഗ്വേക്കെതിരെ പന്ത് തട്ടാനിറങ്ങുന്ന ഫ്രഞ്ച് പടയ്ക്ക് എതിരാളികൾ 2 പാരഗ്വേയും ഒപ്പം ഫിലഡൽഫിയയിലെ ചൂടും. 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ സമയം 5 മണിക്കാണ് കിക്ക് ഓഫെങ്കിലും ഏറ്റവും ഉഷ്ണം രേഖപ്പെടുത്താൻ സാധ്യത 4 മണിയോടുകൂടിയാണ്. ഫ്രഞ്ച് പരിശീലകൻ ദിദിയെ ദശാംസ് പറയുന്നത് ഫ്രാൻസിന് മാത്രമല്ല പാരഗ്വേയും ഈ ചൂട് വലയ്ക്കുമെന്നാണ്. തുടർച്ചയായ 3ാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിക്കുന്ന ഫ്രാൻസിന് ഏതു വിധേനയും പ്രതിസന്ധികൾ മറികടന്നേ മതിയാകൂ. അപാര ഫോമിലാണ് ഫ്രഞ്ച് പട. 13 ഗോളടിച്ച് 4 കളികളിലും ആധികാരിക ജയം. ഫ്രാൻസ് കിരീടം നേടിയ 1998 ലോകകപ്പിലും പ്രീ ക്വാർട്ടറിൽ പാരഗ്വേ ആയിരുന്നു എതിരാളികൾ. അന്ന് ലോറൻ ബ്ലാങ്കിന്റെ ഗോളിൽ ഫ്രാൻസ് ജയിച്ചു. ലോക കിരീടം അന്നുയർത്തിയ ക്യാപ്റ്റൻ ദശാംസാണ് ഇപ്പോൾ പരിശീലകൻ. 6 ഗോളുകളുമായി എംബപ്പയും 4 ഗോളുകളുമായി ഡെംബലെയും തകർപ്പൻ ഫോമിലാണ്. ബ്രാഡ്ലി ബാർക്കോളയും ഒലീസയും കളം നിറയുന്നതോടെ ആശങ്കകളില്ല ഫ്രാൻസിന്. പാരഗ്വേ ആകട്ടെ ഗ്രൂപ്പ് ഘട്ടത്തിൽ 3ാം സ്ഥാനക്കാരായിരുന്നു. എന്നാൽ റൗണ്ട് ഓഫ് 32 ജർമ്മനിയെ ഷൂട്ടൌട്ടിൽ തകർത്താണ് വരവ്. ഗുസ്താവോ അൽഫാരോയുടെ കീഴിൽ മികച്ച പ്രതിരോധമാണ് പാരഗ്വേക്ക്. ജൂലിയോ എൻസിസോയും മിഗ്വൽ അൽമിറോണുമാണ് ടീമിലെ പ്രധാനികൾ. ഫിലഡൽഫിയയിലെ മത്സര ചൂടിനൊപ്പം താപനിലയും ഉയരുമ്പോൾ ഫ്രാൻസ് വാടുമോ എന്നത് മാത്രമാണ് ആരാധകർക്ക് ആശങ്ക. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. ലോകകപ്പ് പ്രീ ക്വാർട്ടറിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ ഇന്ന് ആതിഥേയരായ കാനഡയെ നേരിടും. പ്രീ ക്വാർട്ടറിലേക്ക് ആദ്യമായി യോഗ്യത നേടിയ കാനഡയ്ക്ക് കടുത്ത വെല്ലുവിളിയാകും മൊറോക്കോ. മുന്നേറ്റത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ മികവ് പുലർത്തുന്നുണ്ട് മൊറോക്കോ. ഹൂസ്റ്റണിൽ രാത്രി 10:00 മത്സരം. ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. കൊച്ചിയിൽ സമയത്തെ ചൊല്ലി സ്വകാര്യ ബസ്സുകൾ തമ്മിൽ തർക്കവും ആക്രമണവും. മാരകായുധങ്ങളുമായിട്ടായിരുന്നു ആക്രമണം. അതുല്യ എന്ന ബസിന്റെ ജീവനക്കാരാണ് ആക്രമിച്ചത്. ഗുരുദേവൻ എന്ന ബസ്സിലെ ജീവനക്കാർക്ക് പരിക്കേറ്റു. നെയ്യാറ്റിൻകര വെള്ളറടയിൽ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സിന് നേരെയും ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ യുവാവ് ബസിന്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് തകർത്തു. ഉച്ചയ്ക്ക് 2:30 പനച്ചമൂടിന് സമീപം കേരള തമിഴ്നാട് അതിർത്തിയായ പുലിയൂർ ശാഖയിലായിരുന്നു സംഭവം. മാർത്താണ്ഡത്ത് നിന്നും പനച്ചമൂടിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന വനിതകൾക്കുള്ള സൗജന്യ ബസ്സിന് നേരെയായിരുന്നു ആക്രമണം. ബസ്സിൽ 8 യാത്രികർ ഉണ്ടായിരുന്നു. വെള്ളറട പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലും ക്ഷേത്രോത്സവത്തിനിടെ
കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ച കേസിലുമാണ് ജാമ്യം തേടി സുഗതൻ കോടതിയെ സമീപിച്ചിരുന്നത്. സുഗതനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. ഇടുക്കി പീരുമേട്ടിൽ എസ്റ്റേറ്റ് ലയത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണ അപകടം. മേലെഴുതിയിൽ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. പോപ്സ് എസ്റ്റേറ്റ് ലയത്തിൽ താമസിക്കുന്ന സുദർശന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. അപകട സമയം സുദർശന്റെ മകൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് കുട്ടി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ അടുക്കള ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും തകർന്നു. ഇടുക്കി ശാന്തമ്പാറയ്ക്ക് സമീപം തൊണ്ടിമലയിൽ ജീപ്പ് മറിഞ്ഞ അപകടം. തോട്ടം തൊഴിലാളികളുമായി സഞ്ചരിച്ച ജീപ്പാണ് മറിഞ്ഞത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ജീപ്പിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. കോതമംഗലം കീരമ്പാറയിൽ ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന്റെ മേൽക്കൂര തകർത്തു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പുന്നേക്കാട് കൂരിക്കുളം സ്വദേശി കുമാരന്റെ വീടിന്റെ മേൽക്കൂരയാണ് ആന തകർത്തത്. രാത്രി 11:30 വീടിന്റെ പിറകുവശത്തെത്തിയ കാട്ടാന മേൽക്കൂരയിലെ ഷീറ്റുകൾ തകർക്കുകയായി. ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ കാട്ടാനക്കൂട്ടം. ഡാമിന് സമീപമുള്ള പുൽമേട്ടിലാണ് കുട്ടിയാനയടക്കം 5 ആനകൾ എത്തിയത്. മഴ കനത്തതോടെ പുല്ല് ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആനകൾ ഇറങ്ങിയത്. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനിയുടെ ഉപഭോക്തൃ സംഗമം തൃശൂരിൽ നടന്നു. തൃശൂർ കാസിനോ കൾച്ചറൽ സെന്ററിൽ നടന്ന സംഗമം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മേയർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയായിരുന്നു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കമ്പനിയുടെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സൂര്യ ഗോൾഡ് ലോൺ മാനേജിംഗ് ഡയറക്ടർ S. ശിവകുമാർ, ചെയർപേഴ്സൺ സെൽവി ശിവകുമാർ, ധർമ്മപ്രിയ ഫിനാൻസ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ മൈത്രി സൂര്യനാഥ്, മീര കാശിറാം തുടങ്ങിയവർ പങ്കെടുത്തു. നീണ്ട ഇടവേളയ്ക്ക് വിരാമമിട്ട് കല്യാൺ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ പരസ്യ ചിത്രത്തിലൂടെ ലിസി വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന പരസ്യചിത്രത്തിൽ കല്യാണി പ്രിയദർശനും പ്രഭു ഗണേശനുമാണ് ലിസിക്കൊപ്പം. 1988 പുറത്തിറങ്ങിയ ചിത്രം എന്ന സിനിമയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് പ്രിയദർശന്റെ സംവിധാനത്തിൽ ലിസി അഭിനയിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇനി സ്വർണം വെള്ളി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,450, പവന് 1,07,600. 18 ക്യാരറ്റ് ഗ്രാമിന് 11,110, പവന് 88,880. വെള്ളി ഗ്രാമിന് 250 രൂപ, കിലോഗ്രാമിന് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വാർത്തകൾ തുടരും.